നമസ്കാരം, ഞാൻ കിളിയൂർ അജിത്ത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദേശചരിത്രം എന്ന പങ്ക്തിയിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് വാഴ്ചൽ എന്ന പ്രദേശത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട താലൂക്കിൽ അമ്പൂരി പഞ്ചായത്തിൽ വാഴ്ചൽ എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നു. വാഴ്ചൽ എന്ന സ്ഥലനാമത്തിൻ്റെ ഉൽപ്പത്തി വാഴച്ചാലിൽ നിന്നോ വഴിച്ചാലിൽ നിന്നോ ആയിരിക്കാം. രണ്ടായാലും ഭൂപ്രകൃതി സമ്മാനിച്ച സ്ഥലനാമം തന്നെ. വഴി ചായുന്നിടം വഴിച്ചാലും പിന്നെ വാഴ്ചലുമായി മാറിയിരിക്കാം. വാഴ്ചൽ പ്രദേശം ഒരു പഴയകാല ജനവാസ സങ്കേതമാണ്. അമ്പൂരി മലയിലേക്ക് പോകുന്നവർക്ക് സാധനങ്ങളും മറ്റും വാങ്ങാനുള്ള അവസാന പോയിൻ്റായിരുന്നു ഒരു കാലത്ത് വാഴ്ചൽ. പന്ത, കുടപ്പനമോട്, തേക്കുപാറ വഴിയും അമ്പൂരിയിലെത്താൻ ഒറ്റയടിപ്പാതകളുണ്ടായിരുന്നു. 2-ാം നമ്പർ രാജപാതയായ നെടുമങ്ങാട് ഷൊർളക്കോട് റോഡ് കടന്നു പോകുന്നത് ഇതുവഴിയാണ്. ഈ പാതയിൽ ചുണ്ടക്കാണി മൂടിന് സമീപം ഒരു മുജാവരി ബംഗ്ലാവ് സ്ഥാപിച്ചിരുന്നു. യാത്രക്കാർക്ക് താമസിക്കാനുള്ള ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസാണ് മുജാവരി ബംഗ്ലാവ്. സത്രത്തിനടുത്തായി കുതിരപ്പന്തയും വണ്ടിപ്പേട്ടയും സ്ഥാപിച്ചിരുന്നു. രാത്രി മുഴുവൻ പ്രകാശിക്കുന്ന വിളക്കുമാടവും കാവൽക്കാരനുമുണ്ടായിരുന്നു. മാത്രമല്ല, പാചകക്കാരനെയും നിയോഗിച്ചിരുന്നു. 1847 തിരുവിതാംകൂറിൽ അധികാരത്തിൽ വന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഇവിടെ മുജാവരി ബംഗ്ലാവ് സ്ഥാപിച്ചത്. ഏതാണ്ട് 1930 വരെ ഈ സത്രം നിലനിന്നിരുന്നു. ഏതാണ്ട് 200 വർഷം മുമ്പ് ബ്രിട്ടീഷ് പട്ടാളത്തിലെ മദ്രാസ് ഇൻഫൻട്രി ലഫ്റ്റനൻറ്റ് കേണൽമാരായിരുന്ന വാർഡിൻ്റെയും കോണറിൻ്റെയും നേതൃത്വത്തിൽ നടന്ന സർവേ പഠന സംഘം വാഴ്ചലിലും എത്തിയിരുന്നു. വാലാമർ വിഭാഗത്തിൽപ്പെട്ട ഗിരിവർഗക്കാർക്ക് വാഴ്ചൽ മേഖലയിൽ 22.25 കാണി, 7.25 കാണി എന്നിങ്ങനെ ഭൂമി വിഭജിച്ച് നൽകിയിരുന്നതായി 1817 സർവേ റിപ്പോർട്ടിൽ പറയുന്നു. 1814 തിരുവിതാംകൂറിൽ അധികാരത്തിലെത്തിയ റീജൻറ്റ് റാണി ഗൗരി പാർവതിഭായി ഈ വസ്തുക്കൾക്ക് കരമിളവ് അനുവദിച്ചിരുന്നു. കാട്ടുനെല്ല്, തിന, ചാമ, വാഴ, കൂവരക് എന്നിവയെല്ലാം അക്കാലത്ത് ഇവിടെ കൃഷി ചെയ്തിരുന്നതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അമ്പൂരി കുന്നുകളിൽ ഉയർകൊണ്ട് ചിറ്റാറിന് കൈവഴിയായി നെയ്യാറിൽ ചേരുന്ന വാഴ്ചലിന് സമീപമുള്ള മാടശ്ശേരി തോട്ടിലെ വെള്ളച്ചാട്ടം ഇവിടെ എത്തുന്ന ആരുടെയും മനം കവരും. വാഴ്ചലിൻ്റെ ഗ്രാമദേവത കുടികൊണ്ടിരുന്നത് ഈ പ്രദേശത്താണ്. പഴയകാല ദ്രാവിഡ സങ്കേതം. രാജഭരണകാലത്ത് വനസംരക്ഷണാർത്ഥം ഇവിടെ കാവൽപ്പുര സ്ഥാപിച്ചിരുന്നു. പാണ്ഡ്യചോള ആക്രമണങ്ങളെ നേരിടാൻ ആയന്മാർ വാഴ്ചലിനു സമീപമുള്ള ദ്രവ്യപ്പാറയിൽ ഭടന്മാരെ പാളയമടിപ്പിച്ചിരുന്നു. ദ്രവ്യപ്പാറയ്ക്ക് പട്ടാളവെല്ലി എന്ന പേര് കിട്ടിയത് അങ്ങനെയാണ്. കോവില്ലൂർ നാട്ടുരാജ്യം നിലനിന്നിരുന്ന കാലത്തും ദ്രവ്യപ്പാറ ഒരു കാവൽക്കോട്ടയായിരുന്നു. ശത്രുനീക്കം വളരെ ദൂരെ നിന്ന് തന്നെ കാണാൻ കഴിയും എന്നതായിരുന്നു ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത. ഒരു കാലത്ത് ദ്രവ്യപ്പാറയിൽ ഒട്ടേറെ സന്യാസിമാർ തപസ്സനുഷ്ഠിച്ചിരുന്നതായി പറയപ്പെടുന്നു. ഇപ്പോൾ ഇവിടം ഒരു ശൈവ ആരാധനാ കേന്ദ്രമാണ്. മറ്റൊരു നാട്ടുവിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.